എൻ്റെ പതിവ് ഷോപ്പിംഗ് കേന്ദ്രത്തിലൊന്ന് കയറി. ബ്ലൗസ് മെറ്റീരിയൽ എടുക്കുമ്പോ ഉണ്ടല്ലോ 36 ഇഞ്ചാണെങ്കിൽ എന്തോരം എടുക്കണേ? നമ്മുടെ ഗ്രോ ബാഗിൽ തന്നെ കിളത്ത ചീര അവനെ റെസ്റ്റ് ഇൻ പീസ് ആക്കുക. അയ്യോ, ശരിക്കും നമ്മുടെ ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ എന്തോരം മനോഹരമായ കാഴ്ചകളാണ് അല്ലേ. ഇതേ നോക്കി, കിളികളൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും കൂടണയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഇവിടെ എവിടേക്കോ അവരുടെ കൂടുകളുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ, ഒത്തിരി അകലേന്നാണ്. അതുകൊണ്ട് മാക്സിമം ഇത്രയുമാണ് സൂമിങ് കിട്ടുള്ളൂ. പക്ഷെ എന്ത് രസമാണ് അവരിങ്ങനെ പരസ്പരം സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നണേ, കൊച്ചു കിളികളും വലിയ കിളികളും ഒക്കെ ആയിട്ട്. ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറയായിരിക്കും. ഒരു ചെറിയ മഴയ്ക്കുള്ള കോളും ഉണ്ടേ, ചിലപ്പോൾ അതും അവര് സംസാരിക്കുകയായിരിക്കും കേട്ടോ പരസ്പരം. നമുക്കറിയില്ലല്ലോ അവരുടെ ഭാഷ. നമുക്കിതിങ്ങനെ കണ്ട് ആസ്വദിക്കാനല്ലേ പറ്റുള്ളൂ. അത് തന്നെ എന്ത് രസാല്ലേ. അപ്പൊ എന്നും നിങ്ങൾ കാണുന്ന പിങ്ക് കളറിലല്ലേ? അതെ. അപ്പൊ ഞാൻ ഇത്തവണ വേറൊരു ആവശ്യത്തിന് എറണാകുളത്തിന് പോയായിരുന്നു. ആവശ്യം പിന്നാലെ വരും. അപ്പൊ പോയപ്പോ ഞാൻ തിരിച്ചു വന്നപ്പോ എൻ്റെ പതിവ് ഷോപ്പിംഗ് കേന്ദ്രത്തിലൊന്ന് കയറി. അതായത് മെറ്റീരിയൽ എടുക്കണ കേന്ദ്രം ഉണ്ട് എനിക്ക്. അവിടെ ചെല്ലുമ്പോഴേ അവർക്കറിയാം. അവരപ്പം തന്നെ ചോദിക്കും നൈറ്റ് പീസ് അല്ലേ എന്ന്. നൈറ്റ് പീസ് അല്ല, നൈറ്റ് മെറ്റീരിയൽ അല്ലേ എന്ന്. പീസായിട്ടിരിക്കുന്ന എനിക്ക് തികയൂല. ലൈനേ പറ്റുള്ളൂ. അത് 2.25 മീറ്ററൊക്കെ കാണുള്ളൂ. അതെനിക്ക് പറ്റൂല. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ എന്ത് 44 ഇഞ്ച് ആയതുകൊണ്ട് ഞാൻ 3.25 എടുത്തിട്ടുള്ളൂ. 36 ഇഞ്ചാണെങ്കിൽ 3.5 എടുക്കും. ഇത്രയും ലെങ്ത്തും ചുരുക്കും വെക്കണ്ടേ. അപ്പൊ ഞാൻ അവിടെ ഒന്ന് കയറി. ഇപ്പൊ പിങ്കുകൾ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന പലതും നരച്ചു പോയതും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഡോട്ടുകളും നമ്മള് ഉപയോഗിച്ച ഡോട്ടുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതും വേണ്ടാന്ന് പറഞ്ഞു വേറൊരു വെറൈറ്റി എടുത്ത് യെല്ലോ ഷെയ്ഡ്. ഇത് മീറ്റർ 125 ഇത് കട്ടിയുണ്ടോ? സാധാരണ അത്യാവശ്യം കട്ടിതേ. ഇങ്ങനത്തെ ഞാൻ അവിടെ അങ്ങനെ കണ്ടിട്ടില്ല. പുതിയതായിരിക്കും. ഇത് വേഗം എടുത്ത് ഇറങ്ങി ഓടി തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മെറ്റീരിയൽ സാധനം എടുക്കുമ്പോ 5:50 6:15 ഷട്ടിൽ വിട്ട് പോരും. ഷട്ടിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച കൊല്ലം മെമോ പാസഞ്ചർ. അപ്പൊ അതിനെനിക്ക് പോരാൻ തിരിച്ച മെട്രോയിലല്ല തിരിച്ചു പോരുന്നത്. മെട്രോ ആണെങ്കിൽ തൃപ്പൂണിത്തുറ വന്ന് ഇറങ്ങി വെച്ച് പിന്നെ പോരണ്ടേ. ഇതാകുമ്പോ ഞങ്ങളുടെ സ്റ്റേഷനിൽ ഇറങ്ങാം. അപ്പൊ ഹസ്ബൻഡ് അങ്ങോട്ട് വന്ന് എന്നെ ഇങ്ങോട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ തിരിച്ചു വരുമ്പോ എപ്പോഴും പാസഞ്ചറിനോ അല്ലെങ്കിൽ മറ്റേ പാലരുവിക്കോ അല്ലെങ്കിൽ നിലമ്പൂർ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും പോകുന്നത്. അപ്പോൾ പാസഞ്ചറിന് പോരാൻ പിന്നെ പരിപാടിയൊന്നും ഇല്ലായിരുന്ന. കട്ടി അധികം ഇല്ല, പക്ഷെ എനിക്കൊരു ഇഷ്ടപ്പെട്ട കളർ തോന്നി വേഗം എടുത്തതാ. അപ്പൊ ഇത് 3.25 എടുത്തോളൂ, കാരണം 44 ഇഞ്ചാ. അപ്പൊ 125 ആണ് പെർ മീറ്റർ. ഇനിയിപ്പൊ ഇത് തയ്ച്ച് ഇട്ട് കഴിയുമ്പോ കാണാം. 36 ഇഞ്ചാണെങ്കിൽ അമ്മ എത്ര എടുക്കും? 3.5. 36 ഇഞ്ചിന് 3.5, 44 ഇഞ്ചിന് 3.25. ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോ ഈ ബ്ലൗസ് മെറ്റീരിയൽ എടുക്കുമ്പോ ഉണ്ടല്ലോ 36 ഇഞ്ചാണെങ്കിൽ എന്തോരം എടുക്കണേ? ഞാൻ ബ്ലൗസ് മെറ്റീരിയൽ 2x2 ഡിസൈനും ഉള്ളതും ഒക്കെ ഞാൻ അവരോട് ഇഞ്ച് ചോദിക്കാറില്ല. 1 മീറ്ററിന് ഞാൻ പറയും. അപ്പൊ ബ്ലൗസിനാണെങ്കിൽ 1 മീറ്റർ ഞാൻ മുറിച്ചു തരും. അത് ഞാൻ മുളന്തുരുത്തിന്ന് കൂടുതലും എടുക്കണം. പിന്നെ ഇതുപോലെ പോണ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ബ്ലൗസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കടയിലുള്ളവര് തികയൂല്ലെങ്കിൽ അവരന്നേരം പറയും. ഞാൻ 1 മീറ്റർ എപ്പോഴും എടുക്കാറ്. എത്ര ഇഞ്ചാന്ന് ബ്ലൗസിന്റെ ചോദിക്കാറില്ല. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അമ്മയ്ക്ക് ഒരു ബ്ലൗസ് മെറ്റീരിയൽ നോക്കിയപ്പോഴേ 36 ഇഞ്ചാണെന്ന് അവര് പറഞ്ഞപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. അത് ബ്ലൗസ് മെറ്റീരിയൽ അല്ല, നീ മേടിച്ചുകൊണ്ട് വന്നത് നിങ്ങളുടെ ചുരിദാറിന്റെ ടോപ്പിന്റെ മെറ്റീരിയലാണ്. അത് ബ്ലൗസിന് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും 1 മീറ്റർ മതിയെങ്കിൽ അവര് പറയും. ബ്ലൗസ് 1 മീറ്റർ എടുക്കണമെങ്കിൽ 1 മീറ്റർ മതി മാഡം എന്ന് അവര് പറയും. ഞാൻ ഡിസൈൻ ഉള്ളതൊക്കെ മേടിക്കുന്നത് ബ്ലൗസിന്റെ മെറ്റീരിയൽ അല്ല മേടിക്കണത്. ഈ കുർത്തയ്ക്ക് വെക്കണതും ടോപ്പിന് തയ്ക്കുന്നതും അങ്ങനെയുള്ള മെറ്റീരിയൽ ഞാൻ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഡിസൈൻ കൂടുതൽ ഞാൻ ഇടാറുണ്ടല്ലോ, അത് മേടിക്കും. അപ്പൊ അവര് ബ്ലൗസിനാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവര് പറയും 1 മീറ്റർ മതിയെങ്കിൽ 1 മീറ്റർ മതിയെന്ന് പറയും. ഞാൻ സാധാരണ 1 എടുക്കണേന്ന് അവരോട് പറയും. അപ്പൊ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ ഈ ഇത് മേടിച്ച് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പതുക്കെ തയ്ക്കുള്ളൂ, കാരണം ഓൾറെഡി തയ്ച്ചത് ഇരിപ്പുണ്ട്. അപ്പം സ്റ്റോക്ക് വെക്കാനാണ് ഇത് ഓരോന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 2-3 സ്റ്റോക്ക് എപ്പോഴും ഇതിൽ കസ്റ്റഡി കാണുമെന്ന്. അപ്പം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക, തയ്ച്ചതിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ. നമ്മുടെ ഗ്രോ ബാഗിൽ തന്നെ കിളത്ത ചീര അവനെ റെസ്റ്റ് ഇൻ പീസ് ആക്കുക. അയ്യോ പാവട്ടാ, പൂത്തു മൂത്തുപോയി. പൂവിടുന്നതിന് മുമ്പ് എടുക്കേണ്ടതായിരുന്നു. അത് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. വീക്കെൻഡ് അല്ലേ, നടന്നില്ല. ഇനി ഇത് കഴിയേച്ച് നമുക്ക് കുരുന്ന് അരിയുക. ചക്കക്കുരുവും ചീരയും കൂടെ ഇട്ട് തേങ്ങയിട്ട് തോരൻ കാണിച്ചു തരാം. അത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഏതായാലും സ്വന്തം ചീര, ഒറ്റയ്ക്കൊരു ചീര. നമുക്ക് തണ്ടരിയാം. ഒരു തണ്ട് ഞാൻ മാറ്റി വെച്ചു, ഭയങ്കര മുറുക്കം മൂത്ത് പോയത് കൊണ്ടേ. അത് മൂപ്പ് അത് കടിച്ചാൽ ഇതാവൂല, അതുകൊണ്ട് അത് ഞാൻ എടുക്കണില്ല. അത് വേണമെങ്കിൽ സാമ്പാറൊക്കെ വെക്കുവാണെങ്കിൽ അതിലിടാം. ഞാൻ അതിൽ ഇട്ടേക്കണതുണ്ട്.
ചീര പൂത്താ എടുക്കരുതെന്നാണ് പറയണേ. മൂപ്പ് കൂടി പോകും അത് കാരണം. അതെ അതെ മൂത്ത് കഴിയുമ്പോഴാണല്ലോ പൂക്കണേ. ഇത് നൈസാ. ഇത് കുഴപ്പമില്ല. തണ്ട് കണ്ടമാനം പൂത്തു പോയില്ലേ അതാ. വെളിച്ചെണ്ണ ചൂടായി. ഉള്ളി ചതച്ചത് മുത്തു, ഒരു ഉള്ളി മാത്രം, ചുവന്നുള്ളി, തേങ്ങാപ്പീര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ചക്കക്കുരു വേവിച്ച് വെച്ചേക്കണം മഞ്ഞൾപ്പൊടി ഇട്ടാം, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ഇനി നമുക്ക് ചീരങ്ങ ഇടാം. ഒരു തണ്ടേ ഉള്ളൂ കേട്ടോ. ഗാർഡൻ അതാണ് ഇതിലെ ഹൈലൈറ്റ്. ഫ്രഷ് ഫ്രം അവർ ഗാർഡൻ. തന്നെ കിളുത്തത് ഒറ്റയ്ക്കൊരു തണ്ട് മാത്രം. അതില് തണ്ട് മൂത്ത് പോയത് കൊണ്ട് മൂത്തുണ്ട്. ഒരെണ്ണം അരിയാതെ കിടക്കണ്ടല്ലോ. ഒരു തണ്ട് മൂത്ത് പോയത് കൊണ്ട് അത് എടുത്തില്ല, നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് മൂത്ത് പോയായിരുന്നു. അത് അരിഞ്ഞിടാം, ഇല അരിഞ്ഞിടാം. ചക്കക്കുരുവിന് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഉപ്പായ പ്രശ്നം. ചീര അരിയാതെ കിടന്നു. ഇത് അങ്ങ് ഇതാക്കിയിട്ടത് നമുക്കൊന്ന് മൂടിപ്പൊത്തി വെക്കാം. വെന്ത് കഴിഞ്ഞിട്ട് മതി ചക്കക്കുരു വേവിച്ച് വെച്ചേക്കണം. ചക്കക്കുരു ചേർക്കാം, കാരണം ചക്കക്കുരു ഓൾറെഡി വേവിച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ വേവല്ലല്ലോ. അതെ, വേവിച്ച് വെച്ചേക്കും. അതെ, നോക്കിക്കോ, കുഴഞ്ഞിട്ടുണ്ട്. നല്ല ചക്കക്കുരു കുഴഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വേവായി ചക്കക്കുരു ചേർക്കുക കേട്ടോ. ഇച്ചിരി നിനക്ക് കഴിക്കാൻ വെച്ചേക്കാം. അത്രയും വേണ്ട. വേണ്ടേ? കേട്ടോ, ഞാൻ കുറെ കഴിച്ചു ഇപ്പൊ. ഇതിരുന്നോട്ടെ. അത് ഇച്ചിരി കൂടി ഇട്ടോ. അത്രയും വേണ്ട. ഞാനും തിന്നോളാം. എന്നാ കുഴപ്പമില്ല. ലാസ്റ്റ് എന്നോട് തിന്നെന്ന് പറഞ്ഞ് ബഹളം വെക്കരുത് കേട്ടോ. ഇല്ല, ആരും ഒരു ബഹളത്തിനുമില്ല. കരണ്ടും ഇതൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ബഹളമൊക്കെ നിന്നു. കരണ്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പതുക്കെ ഒന്ന് ആശ്വസിച്ച് കുളിക്കണം. വെള്ളം കയറി, ലൈറ്റായി, വെളിച്ചമായി, മൊത്തമായി. ഇതിലൊക്കെ ചാർജുകൾ ആവണം അല്ലേ? ഇതിപ്പോ ഇച്ചിരി ഉള്ളല്ലോ. ഇച്ചിരി ഉള്ളൂ. അതിന് ഒരു തണ്ട് ചീരയിൽ പിന്നെ എന്തോരം ഉണ്ടാവും. ചീര പറിക്കണ കണ്ടതല്ലേ? ചക്കക്കുരു കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചീരയുടെ ടേസ്റ്റ് ശരിയാവില്ല. ചീര വളരെ കുറവേ ഉള്ളൂ. ഒറ്റയ്ക്കൊരു തണ്ട് ആ ഗ്രോ ബാഗിൽ തന്നെ കിളുത്ത് നിന്നതാണ്. അത് ഇച്ചിരി മൂട്ടും പോയായിരുന്നു. അപ്പം അതിട്ട് ഒരു വളം ചക്കക്കുരും ചേർത്ത് തേങ്ങയിട്ടൊരു സിമ്പിൾ തോരൻ ഉണ്ടാക്കിയതാട്ടോ. അപ്പം മറ്റു കറി വേണം. ഇത് മാത്രം കൂട്ടി ചോറിനാൻ പറ്റൂല. മറ്റു കറി ഇല്ലാതെ ഇതിപ്പോൾ ഒരു വാളേ ഉള്ളൂ. അത് ഉള്ളത് കൊണ്ട് നമ്മളങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ ചക്കക്കുരു കൂട്ടി ചീര ഉണ്ടാക്കാറുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഇപ്പം ചക്കക്കുരുവും ചീരയും നല്ല കോമ്പിനേഷനാണ്. ഒരു കെട്ട് ചീരയുണ്ടെങ്കിൽ കുറച്ച് ചക്കക്കുരുവും കൂടെ ഇട്ടാൽ ഒരു 3-4 പേരുള്ള ഒരു വീട്ടിൽ തോരനായിട്ട് സമ്പുഷ്ടിയായിട്ട് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ മേടിച്ചതല്ലല്ലോ, നമുക്ക് അവിടെ നിന്നത് പറിച്ചെടുത്തതല്ലേ. അപ്പോൾ ഓക്കെ, ഇങ്ങനെ നമ്മുടെ സ്വന്തം ചീര, സ്വന്തം ചക്കക്കുരു, സ്വന്തം തേങ്ങ ഇത് നമ്മൾ എടുക്കുക കേട്ടോ. ചീര നിങ്ങൾ കണ്ടല്ലോ, ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ചക്കക്കുരുവും കൂടെ ഇട്ട് തോരനായിട്ട് എടുക്കുക. പുറത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. മഴ പെയ്തോണ്ടേ ഇരിക്കണം. ഈ സമയത്താണ് സൂപ്പ് കുടിക്കേണ്ടത്. അതെ, ഞാനിപ്പോ അത് ഓർത്തോളൂ അല്ലേ. മഴയത്താണ് ഒരു സൂപ്പ് കുടിക്കാം. ആ ഒരു പാക്കറ്റ് പൊട്ടിക്കാം, അതിരിപ്പുണ്ടല്ലോ. അത് കഴിഞ്ഞ് പച്ചക്കറി കഴിച്ചു കഴിഞ്ഞിട്ട് അത് കഴിക്കാം. അത് മതി, നല്ല രസാ. കറി എടുത്തില്ലല്ലോ. കറിയല്ലേ? കറിയിട്ട് ഇളക്കൂല അല്ലേ? അത് ഞാൻ ഓർത്തില്ല. നല്ല മഴ പെയ്യുക. അതിഭയങ്കര മഴ. രാത്രി 9:45, 17-ാം തീയതി. മഴ പെയ്യുന്ന രാത്രികൾ ഭയങ്കര രസാല്ലേ. ആ ഒരു ഫീല്, ചീവീടുകളുടെ കരച്ചില്, മഴയുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീലാണ് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം അതുപോലെ തന്നെ ചീര, ചക്കക്കുരു ആണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കറി. ഒരു ചീര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ആ ഒരു ചീര വീട്ടിലുണ്ടായതായതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക രുചി തന്നെയായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ചക്കക്കുരു ഒക്കെ ഇട്ട് കഴിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കൂടുതലായിട്ട് വന്നു കേട്ടോ. നമുക്ക് 3 പേർക്ക് കഴിക്കാൻ കറക്റ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ ഇത്തിരി കഴിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചെടുത്തത്. പിന്നെ എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ കഴിക്കാൻ, പനീറൊക്കെ ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ചീര എടുത്തില്ലല്ലോ. അവസാനോ? ചോറിൻ്റെ കൂടെ എന്നാ തിന്നാത്ത?